ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡബിൾ എസ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമുക്ക് ഞങ്ങളെക്കാളധികം ജുഗുനൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലേ സ്കൂളിൽ പോകാൻ പോവാണ്. ഫസ്റ്റ് ഡേ ആദ്യമായിട്ട്, അതായത് ഇതേ വരെ അവൻ ഡേ കെയറിലോ എവിടെയും പോയിട്ടില്ല. ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പോവാണ്. പ്ലേ സ്കൂളാണ്. നമ്മുടെ ഇൻഫോ പാർക്കിന് അവിടെ തന്നെയുള്ള, ഇൻഫോ പാർക്കിനകത്ത് തന്നെയുള്ള ഫേസ് 2, ഇൻഫോ പാർക്ക് ഫേസ് 2 സംസ്കാര എന്ന് പറഞ്ഞ സ്കൂളിലാണ് കേട്ടോ അവന് ചേർത്തുള്ളത്. അപ്പോൾ ഇന്ന് അവൻ ഇന്നെല്ലാം വേണം യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇന്ന് പോകേണ്ടത്. കളർ ഡ്രസ്സൊന്നുമല്ല, അങ്ങനെയാണ് ഇന്ന് പോകേണ്ടത്. അപ്പം ഇന്ന് നമുക്ക് അതൊക്കെ കാണാം. അവന് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ അവൻ എന്തൊക്കെ കഴിക്കും, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ സ്നാക്കായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ഇതാണ് അവൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവൻ്റെ കയ്യിലൊരു ഗോൾഡിൻ്റെ വളയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും സ്കൂളിലേക്ക് അലൗഡ് അല്ലല്ലോ, അപ്പോൾ അതൊന്നും ഊരാൻ പറ്റില്ലായിരുന്നു. കാരണം ചെറുതിലേ ഇട്ടതാണ്. മുറിക്കാൻ നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് മുറിച്ചെടുത്തത്. പിന്നെ അവന് ഇങ്ങനെ നേരത്തെ എണീറ്റ് ശീലമില്ല, ലേറ്റായിട്ട് എണീക്കുന്ന ശീലമാണ് പൊതുവേ. അപ്പം അത് കാരണം കൊണ്ട് തന്നെ രാവിലെ വിളിക്കുമ്പോൾ നല്ല മടിയാണ് എണീക്കാൻ. ഉറക്കക്ഷീണം മാറിയില്ല വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര വാശിയാവും, രാവിലെ തൊട്ടേ വാശിയാവും. എന്താ ബാഗൊക്കെ കൊണ്ട് പോണ്ടേ? എന്താടാ ഇവിടെ ഓൾ ദി ബെസ്റ്റ് ജുഗിന് പറയണ്ടോ? ഇന്ന് ഞാന് ഫസ്റ്റ് ഡേ ഓഫ് മൈ സ്കൂളാണ്. ഇല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ചെറുതായിട്ടൊക്കെ ഓക്കെ ആയിട്ടോ. ഡ്രസ്സൊക്കെ ഇടിച്ച് നമുക്ക് പോകാനായിട്ട് ഇങ്ങനെ നിർത്തിയപ്പോഴത്തേനും ഇപ്പം ജുഗുന് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ആണ് പിന്നെ ഈ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ വന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, നേരെ സ്കൂളിൽ പോകാനുണ്ടായി. ശരിക്കും പറഞ്ഞാൽ എണീപ്പിച്ചു, ബ്രഷ് ചെയ്തു, ഡ്രസ്സ് ഇടിച്ചു പോവാണ് ഉണ്ടായത്. ഞങ്ങളിത് റെഡി ആയി പോവാണ് കേട്ടോ. ഇത്രയും നേരം വാശിയായിരുന്നു, ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്. എങ്ങടാ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് ജുഗുനുന്റെ. യൂണിഫോം ഒക്കെ ഇട്ട് ബാഗൊക്കെ പിടിച്ച് സ്കൂളിൽ പോകാൻ പോവാണ്. ബാഗമ്മ പിടിക്കണോ കുഞ്ഞു? ബാഗമ്മ പിടിക്കണോ കുഞ്ഞു? പോകാൻ വേണ്ടിട്ട് ലിഫ്റ്റിലൊക്കെ കേറി ഇവിടെ റെഡി ആയി നിൽക്കുന്ന ജുഗുന്. അച്ചിക്ക് ടാറ്റയൊക്കെ പറഞ്ഞു, അച്ചിക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നു. റെഡി ആയി നിൽക്കണു. ഞങ്ങളെ കാറിലൊക്കെ കേറി ജുഗുനുന്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എവിടേക്കാ പോണേ ജുഗുന്? സ്കൂളിന്റെ പേര് പറയും? സംസ്കാരയിലേക്ക് പോവാണ് ഞങ്ങള്. ഞങ്ങളപ്പോൾ ഇത് സ്കൂളിലെത്തി. സംസ്കാരം എന്ന് പറയുന്ന സ്കൂളാണ് കേട്ടോ. ഇൻഫോ പാർക്കിലെ ഫേസ് 2 സ്കൂളാണ്. നമുക്ക് എളുപ്പമുണ്ട്, നമ്മൾ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെയാണ് ചേർത്തത്. പിന്നെ മാത്രമല്ല അത് കുറച്ച് ആക്ടിവിറ്റി ബേസ്ഡ് സ്കൂളാണ്. അപ്പോൾ നമുക്ക് ജുഗുനു ഇങ്ങനെ കുറച്ച് കളിച്ച് തന്നെ പഠിച്ച് വളർന്നോട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ചേർത്തേക്കുന്നതാണ്. ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ടും അക്കാഡമിക്കലി മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സ്കൂൾ വേണ്ടാന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചേർത്തതാണ് കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പം അവന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവൻ അങ്ങനെ കരഞ്ഞൊന്നുമില്ല. ആദ്യം തന്നെ കയറ്റിയപ്പോൾ തന്നെ അവൻ്റെ വിചാരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മളവിടെ ചെല്ലും, കളിക്കും, കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് പോരുന്നായിരുന്നു. ഈ ബുക്ക് വാങ്ങിക്കാനും യൂണിഫോമൊക്കെ എടുക്കാനൊക്കെ പോകുമ്പോഴത്തേനും അവൻ അങ്ങനെയായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം കളിച്ചു, അത് കഴിഞ്ഞ് ഇങ്ങ് പോന്നു. അപ്പോൾ അവൻ അങ്ങനെ തന്നെയാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ചെന്ന വഴിതേ അവൻ സാധനങ്ങളൊക്കെ എടുത്തു കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടികളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഇവൻ വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്.
സ്കൂളിൽ ഇഷ്ടമായി, ചിരിയും കളിയൊക്കെ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആക്ച്വലി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഭാവം മാറാൻ പോയത്. ഇങ്ങനെ അസംബ്ലി സെറ്റപ്പൊക്കെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മാറാൻ തുടങ്ങിയത്. അപ്പോഴാണ് കളിച്ച് അപ്പം തന്നെ തിരിച്ചു പോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ മുഖമൊക്കെ പോയി തുടങ്ങി. അസംബ്ലിക്ക് വരുമ്പോൾ തന്നെ ആകെ ഒരു അന്തം വിട്ട പോലെയായിരുന്നു വന്നത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വാശിയായി തുടങ്ങി കേട്ടോ. ഒന്ന് വിശക്കുന്നുണ്ടാവും, ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ വിശക്കുന്നുണ്ടാവുമല്ലോ എന്ന്, കാരണം ഒന്നും കഴിക്കാണ്ട പോന്നിരുന്നേ. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അതേ വാശിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളവിടെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവൻ ഫസ്റ്റ് ടൈമല്ലേ, എപ്പോഴും നമ്മൾ വേണം, അങ്ങനെയായിരുന്നു. കളിക്കാനാണെച്ചാലും നമ്മൾ വേണം അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മളല്ലാണ്ട് വേറെ ആൾക്കാരുടെ കൂടെ കളിക്കുകയും വേറെ ആൾക്കാരുടെ കൂടെ നിൽക്കുകയും ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അസംബ്ലി കഴിഞ്ഞപ്പോൾ അവർ അകത്തേക്ക് ആക്കി ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇരിക്കും തോറും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, ഇവർ വാശി നിർത്തില്ല. അപ്പോൾ ഞങ്ങൾ പോരാൻ നേരമായിപ്പം അകത്തേക്ക് പോയി കരയണം കണ്ടില്ല, കരഞ്ഞില്ല. പക്ഷേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോയി ടീച്ചറോട് പറഞ്ഞു, അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഭക്ഷണം ഒന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഭക്ഷണം കൊടുത്താൽ ഓക്കെ ആവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോയി. അന്നത്തെ ദിവസം 12:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഇവർക്ക് 2 മണി വരെ ഉണ്ട് ക്ലാസ്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 12:30 വരെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നൊന്ന് കാപ്പി കുടിച്ച് തിരിച്ചു പോയി. അപ്പം അവർ അങ്ങനെ കുറേ പേരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ സത്യം മനസ്സിലാക്കിയത്, അവൻ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അത് കണ്ടപ്പോൾ ആകെ വിഷമമായി, കാരണം നല്ല സന്തോഷമായിട്ടായിരിക്കും ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ തിരിച്ചു പോരാറായപ്പോഴേക്കും കരഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി എന്നൊക്കെ ഉള്ളത് അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടമായിരുന്നു ഫസ്റ്റ് ഡേ. അങ്ങനെ ഒരു ആക്ച്വലി ഒരു ജൂൺ 3-നാണ് കേട്ടോ അവർക്ക് ഓപ്പണിങ് ക്ലാസ് തുടങ്ങിയത്. ഒരു 4 ദിവസം കരച്ചിൽ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഏകദേശം ഓക്കെ, സങ്കടമുണ്ട് പക്ഷെ എന്നാലും വല്ലാണ്ട് കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങളിത് ഉച്ചയ്ക്ക് തിരിച്ച് വന്നപ്പം നല്ല, പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പിന്നെ ഹാപ്പിയായി. സ്കൂളിൽ എന്തൊക്കെയുണ്ടായി? പോയിക്കൊണ്ടിരിക്കാണ് മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവരെത്തിട്ട് കളിക്കും, ബ്രഷ് ചെയ്യും ഒക്കെ ചെയ്യാൻ പറഞ്ഞോ? മിസ് പറഞ്ഞോ? ജൂനിന്റെ മിസ്സിന്റെ പേരെന്താ? എഴുതിണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ വലിയ വിശേഷം കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി നടക്കാനൊക്കെ ഇറങ്ങിയതാണ് ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ. അവനപ്പോൾ കളിക്കായി, പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ ഒന്ന് നടക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി, അത്രയേ ഉള്ളൂ. ഞങ്ങളിതേ കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.